ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വുമൺസ് ഡയറി. എല്ലാവരും സേഫായും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ കിച്ചണിലേക്കുള്ള ഐറ്റംസും അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് പീസസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇല്ലേ? എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരു 90% പേരും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഓൺലൈനും അല്ലാതെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 19 രൂപയാണ്. മാക്സിമം പ്രൈസ് വന്നിരിക്കുന്നത് ഒരു 250 രൂപയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. ഇതും സെറാമിക്കിൻ്റെതാണ്. വലിയ വലിപ്പമൊന്നുമില്ല. 300 ml ഓയിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കൊള്ളുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഷോ എന്നാണ് കേട്ടോ. 2 എണ്ണത്തിൻ്റെ സെറ്റും കിട്ടാനുണ്ട്, സിംഗിൾ പീസായിട്ടും കിട്ടാനുണ്ട്. ഞാൻ സിംഗിൾ പീസാണ് വാങ്ങിച്ചത്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റിയും അടിപൊളി തന്നെയാണ്. ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു വുഡൻ ഓർഗനൈസറാണ്. ഇതും മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. വീതി കുറവും ലെങ്ത് കുറച്ച് കൂടുതലുള്ളൊരു ഓർഗനൈസറാണ്. DIY ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഐഡിയ ഒക്കെ വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രേ എവിടെ വേണേലും യൂസ് ചെയ്യാം. കോഫി ടേബിളിൻ്റെ മുകളിലോ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ ഇനി ഈവൻ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ പോലും അങ്ങനെയും യൂസ് ചെയ്യാം. ഇനിയുള്ള നെക്സ്റ്റ് പ്രൊഡക്റ്റും ഒരു ഓർഗനൈസർ തന്നെയാണ്. ഇത് ഞാൻ ഡിമാർട്ട് റെഡിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. 99 റുപ്പീസാണ് ഒന്നിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് കളറോട് കൂടിയിട്ടുള്ളൊരു ട്രാൻസ്പെറൻറ്റ് ഓർഗനൈസറാണ്. അതിൻ്റെ ഹാൻഡിൽ 2 സൈഡിലും ഒരു ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ബൗൾസൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ക്രോക്കറി ഷെൽഫിൽ വെക്കുന്ന സമയത്ത് കൈയൊക്കെ തട്ടിയിട്ട് ഇത് താഴേക്ക് വീഴാൻ നോക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അത് വീണ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെറാമിക്കിൻ്റെ ബൗൾസാണ്. ഓരോ പീസായിട്ടോ ഇത് വാങ്ങിക്കാൻ കിട്ടുക. ഒന്നിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 19 രൂപയാണ്. ഞാൻ ഒരു കളർ 2 എണ്ണം മറ്റേ കളറും 2 എണ്ണം വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വേറെ 2 കളേഴ്സും എൻ്റെ കയ്യിലുണ്ട്. ഈ പ്രാവശ്യം ഡിമാർട്ട് റെഡിയിൽ പോയപ്പോൾ ഈ 2 കളറും കൂടെ കണ്ടു. അങ്ങനെ ഈ 2 കളറും കൂടെ എടുത്തുകൊണ്ട് വന്നതാണ്. ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യാൻ വളരെ കറക്റ്റായിട്ടുള്ള ബൗളാട്ടോ ഇത്. പ്രൈസ് കുറവായതുകൊണ്ട് അത്രയും ക്വാളിറ്റി ഉണ്ടാവില്ലെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിന് ഫിനിഷിംഗ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെയുണ്ട്. നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല 2 ബൗളാണിത്. ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്ന സാധനം ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ബാഗ് ക്ലിപ്പാണ് കേട്ടോ. ഈ ഒരു പൗച്ചിൽ 12 എണ്ണാട്ടാ വരിക. ലാർജ്, മീഡിയം, സ്മോൾ അതാണ് അതിൻ്റെ സൈസ്. ഗ്രോസറീസൊക്കെ പൊട്ടിച്ചിട്ട് കുപ്പിയിലിട്ട് വെച്ചാലും കുറച്ച് സാധനങ്ങളൊക്കെ ചിലപ്പോൾ പാക്കറ്റിൽ ബാക്കി കാണും. അതൊക്കെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബാഗ് ക്ലിപ്പ്. ഈ ഒരു പാക്കിൽ തന്നെ 3 സൈസ് ഉള്ളത് കൊണ്ട് വലുതും ചെറുതായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു മൈക്രോ ഫൈബർ ഡസ്റ്ററാണ്. ക്ലീനിങ് പർപ്പസിനാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡസ്റ്റർ ഗ്ലൗസ് പോലെ നമുക്ക് ഇട്ടിട്ട് പൊടിയൊക്കെ തുടയ്ക്കാൻ വേണ്ടി പറ്റും.
മെറ്റീരിയൽ മൈക്രോ ഫൈബർ ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ഗ്ലൗസ് പോലെ കയ്യിലിട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പണിയും പെട്ടെന്ന് തീരുകയും ചെയ്യും. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ്, ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ്. ഒരേ ഒരു പീസേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്കിപ്പോൾ തൽക്കാലം ഒരു പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. 99 റുപ്പീസാണ് ഒന്നിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഏകദേശം 1 കിലോ കൊള്ളും അത്ര തന്നെ. കഴിഞ്ഞ ദിവസം കസ്റ്റാർഡ് പൗഡർ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇട്ട് വയ്ക്കാൻ ഡബ്ബയില്ലാത്തതുകൊണ്ട് അങ്ങനെ ബോക്സിൽ കിടക്കുകയാണത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടെയ്നർ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. എൻ്റെ കയ്യിലുള്ള കണ്ടെയ്നേഴ്സൊക്കെ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ടാണ് ഇതും ഞാൻ ട്രാൻസ്പെറൻറ്റ് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ഡിമാർട്ട് റെഡിയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടെയ്നേഴ്സിലാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എക്സ്പയറി ഡേറ്റ് ഓർത്ത് വയ്ക്കണമെന്നില്ല. അപ്പോൾ ഞാൻ പൊതുവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സിൻ്റെ മുകളിലുള്ള എക്സ്പയറി ഡേറ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഈ കുപ്പിയുടെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റാർഡ് പൗഡറൊക്കെ 1/2 കിലോയിൽ കുറവായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും 1/2 കിലോനാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്ത് തീർക്കണം എന്നുള്ളതുകൊണ്ട് കാണുന്ന സൈഡിൽ തന്നെ വെക്കുകയും കൂടെ ചെയ്യും ഞാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.